നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടല്ലോ, 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓതുന്നുണ്ട്, കൂടുതൽ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളെന്ന്? ഞാൻ ഒന്ന് ഒരു കാര്യം ചോദിക്കട്ടെ എന്നാ. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും പടച്ചവനോട് പ്രാർത്ഥിച്ചിക്കണോ? എൻ്റെ മൈൻഡ് ഒന്ന് ഭയങ്കര സ്ട്രോങ് ആക്കി തരണേ, അതേപോലെ എനിക്ക് നല്ല വിവേകശാലിയാക്കി തരണേ എന്നെ, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു മൈൻഡ് തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരമാണ് നിങ്ങളുടെ ഈ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ ഇതുപോലത്തെ ഒരു രൂപം ഒരു മരത്തിൽ നിന്ന് കൊത്തി ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ മരം വെട്ടി അതിനെ മുറിപ്പെടുത്തി അതിനെ ചെത്തി മിനുക്കി ഉണ്ടാക്കിയാലേ ഈ ഒരു രൂപം നമുക്ക് കിട്ടുള്ളൂ അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു കൃഷിയിടം അത് മനോഹരമാക്കി വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം മനോഹരമാക്കി വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് കളച്ച് ആ മണ്ണിനെ ഒതുക്കിയിട്ട് തടം കെട്ടി വെള്ളം നനച്ചു കൊടുത്ത് ആ രീതിയിൽ ചെയ്യണം. നേരെ മറിച്ച് നമ്മൾ കുറച്ച് വിത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തുകൊണ്ട് അത് കാട് പോലെ വളരുകയെന്നല്ലാതെ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് മനുഷ്യന്റെ ശരീരം, മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് നമ്മളെ മൈൻഡ് സ്ട്രോങ് ആക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പടച്ചവൻ എന്താ ചെയ്യാ? നമുക്ക് ഡിഫിക്കൽട്ടീസ് തരും. ആ ഡിഫിക്കൽട്ടീസിനെ നമ്മളൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലോട് കൂടെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ എനിക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയി. ആ ഒരു സ്ട്രെങ്ത് അല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിലെ പല കാര്യങ്ങളും. സോ നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. ആ ഒരു മൈൻഡ് ഷിഫ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പടച്ചോൻ ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ, ബഖറ സൂറത്തിലെ അവസാനത്തെ ആയത്തില്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു ശരീരത്തിനും അള്ളാഹു അതിന് താങ്ങാൻ കഴിയാവുന്നതിലധികം പ്രഷർ കൊടുക്കില്ല, അതിന് താങ്ങാൻ കഴിയാവുന്നതിലധികമുള്ള ഡിഫിക്കൽട്ടീസ് കൊടുക്കില്ല എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ ഒരു ആകെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം അള്ളാഹു തന്നിരിക്കുന്നത് നമ്മളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഈ പ്രശ്നത്തിനെ നീ സോൾവ് ചെയ്യേ, ആ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് നീ ഉദ്ദേശിച്ച രീതിയിലേക്ക് നിന്റെ വ്യക്തിത്വത്തെ ഉയർത്താൻ സാധിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. സോ ആ രീതിയിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങളുടെ അപ്രോച്ച് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സീ യു ഓൾ. ബൈ.